everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബി എന്നുള്ള വേർബിനെയും ബിയുടെ ഫാമിലിയിലുള്ള ബാക്കിയുള്ള വേർഡ്സുകളെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ബി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന വേറെ രണ്ട് വാക്കുകളാണ് ബീങ്, ബീൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ബി എന്നുള്ള വേർബ് എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകതകളുള്ള ഒരു വേർബാണിത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നറിയോ? ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാട്ടോ. ഇപ്പോൾ കാൾ എന്നുള്ളൊരു വേർബ് എടുക്കാന്ന് വിചാരിക്കുക. എന്താണ് അർത്ഥം? വിളിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ബേസ് ഫോം എന്ന് പറയുന്നത് കാൾ എന്നാണ്. ഇനി ഇത് പ്രസന്റ് ഫോം ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം. നമുക്ക് ഒന്നില്ലെങ്കിൽ കാൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ കാൾസ് എന്ന് എഴുതാം. പ്ലൂറൽ സബ്ജക്റ്റ് ഇപ്പോൾ വി യു ദേ ഒക്കെ വരുമ്പോൾ നമ്മൾ ഏത് എഴുതും? കാൾ യൂസ് ചെയ്യും. സിംഗുലർ സബ്ജക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ നെയിംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കാൾസ് എന്നായിരിക്കും യൂസ് ചെയ്യുക. അപ്പം അതാണ് പ്രസന്റ് ഫോം. ഇനിയുള്ളതാണ് പാസ്റ്റ് ഫോം, വിളിച്ചു എന്നൊക്കെ പറയാനുള്ളത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കാൾഡ് എന്ന് പറയും. അപ്പം ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? കാൾ എന്നുള്ള വേർബിനെ ഈഡി ആഡ് ചെയ്തു. അപ്പം എന്തായി? പാസ്റ്റ് ഫോമായി. ഇനിയുള്ളതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? കാൾ എന്നുള്ള വേർബിന്റെ കാൾഡ് എന്ന് തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ നമുക്ക് മിക്ക സമയത്തും ഹാസ്, ഹാവ്, ഹാഡ് എന്നുള്ള വാക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു വേർബിന്റെ കൂടെ. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ കാൾഡ് എന്ന് പറഞ്ഞത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഹാഡ് കാൾഡ് അല്ലെങ്കിൽ ഹാവ് കാൾഡ്, ഹാസ് കാൾഡ് അങ്ങനെ വരും. മനസ്സിലായോ? പിന്നെയുള്ളതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ing ഫോം. വേർബിന്റെ കൂടെ ing ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായി നമ്മുടെ വേർഡ്? കാളിംഗ് എന്നായി വേർബ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ ഒരു വേർബിന് 5 ഫോംസ് ആണ് കണ്ടത്. നമ്മൾ ബേസ് ഫോം കണ്ടു, പിന്നെ എന്താണ് പ്രസന്റ് ഫോമിൽ 2 കണ്ടു, പിന്നെ പാസ്റ്റ് ഫോം കണ്ടു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടു, പിന്നെ എന്താ നമ്മൾ കണ്ടത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ കണ്ടു. അങ്ങനെ നമ്മൾ 5 ഫോംസ് കണ്ടു അല്ലേ? അപ്പോൾ ഇനി ഞാൻ വേറൊരു വേർബ് പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞ കാൾ എന്നുള്ള വേർബ് പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഈഡി ആഡ് ചെയ്തു. എന്നാൽ എല്ലാ വേർഡ്സുകളും അങ്ങനെയാണോ? അല്ല. അപ്പം ഈഡി ആഡ് ചെയ്ത് പാസ്റ്റ് ടെൻസും അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളൊക്കെ ഫോം ചെയ്യുന്ന വേർബ്സിനെ നമ്മൾ എന്ത് പറയും? റെഗുലർ വേർബ്സ് എന്ന് പറയും. അങ്ങനെയല്ലാത്തതിനെയോ ഇറഗുലർ വേർബ് എന്ന് പറയും. അപ്പോൾ ഇറഗുലർ വേർബിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ? ഇപ്പോൾ ഒരു വാക്കെന്ന് വിചാരിക്കേ, റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുതുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ബേസ് ഫോം റൈറ്റ് എന്നാണ്. പ്രസന്റ് ഫോം എന്തായിരിക്കും? റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ്. അപ്പോൾ വി റൈറ്റ്, ഷീ റൈറ്റ്സ് എന്നായിരിക്കും നമ്മൾ എഴുതാം. പാസ്റ്റ് ഫോം ഇങ്ങനെയായിരിക്കും. റൈറ്റഡ് എന്നാണ് നമ്മൾ പറയാ? അല്ല, റോട്ട് എന്നാണ് പറയാ, എഴുതി എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു പുതിയൊരു വാക്ക് തന്നെ ഫോം ചെയ്തു അല്ലെ, റോട്ട് എന്ന് പറയും. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എങ്ങനെ എഴുതും? റിട്ടൺ എന്നാണ് പറയാ. അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ് വേർബിന്റെ 3 ഫോംസ് വരുന്നത്. മനസ്സിലായോ? ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ്? ing ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? റൈറ്റിംഗ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് എത്ര ഫോംസ് ആണ്? 5 ഫോംസ് ആണ് കണ്ടത്. ഇനി നമുക്ക് ബി എന്നുള്ള വേർബിന് എത്ര ഫോംസ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ബേസ് ഫോം എന്ന് പറയുന്നത് ബി ആണ്. ഇനി പ്രസന്റ് ഫോം എത്ര ഉണ്ടെന്നൊന്ന് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കി. ഏതൊക്കെയാണെന്ന് അറിയോ? ഈസ്, ആം, ആറാണ്. അങ്ങനെ 3 ഫോംസ് ഉണ്ട് പ്രസന്റ് ഫോമില്. ഓക്കെ. ഇനി പാസ്റ്റ് ഫോമില് 2 ഉണ്ട്. ഏതൊക്കെയാണത്? വാസ്, വേർ ഉണ്ട്. ഇനി നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഏതുള്ളത് എന്നറിയോ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് നമുക്കുള്ളത് ബീൻ ആണ്. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ നേരത്തെയുള്ള വേർഡ്സിനൊക്കെ എന്താ നമ്മൾ ചെയ്തത്? ing ആഡ് ചെയ്തു. അപ്പൊ ഇവിടെയുള്ള വാക്ക് ഏതാണെന്നറിയോ? ബീങ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എത്ര ഫോംസ് കിട്ടി, എത്ര വാക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് നോക്കിയേ. ഇപ്പൊ പ്രസന്റ് ടെൻസിലുണ്ട് 3 പാസ്റ്റ് ടെൻസിലുണ്ട് 2 അങ്ങനെ കുറെ ഫോംസ് ഉണ്ട്. ബാക്കിയുള്ള വേർബ്സിനെ പോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് ബി എന്നുള്ള വേർബിന് വളരെ പ്രത്യേകതകളുണ്ടെന്നും നമ്മൾ ഇതിലത്തെ ഒരുപാട് വാക്കുകൾ ഇപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വേർ ഒക്കെ നമ്മൾ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്. ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോന്നും നല്ല വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്ന്. ഓക്കെ.
അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി എന്നുള്ള വേർബിനെ നമുക്കൊരു മെയിൻ വേർബായും ഹെൽപ്പിംഗ് വേർബ് ഒരു സഹായിക്കാനുള്ള ഒരു വേർബായും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രസന്റ് ടെൻസിൽ വരുന്ന ഈസ്, ആം, ആർ ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുക, അതായത് മെയിൻ വേർബായി എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ. ഇപ്പോൾ എനിക്ക് പറയണം, അവൾ ക്ഷീണിതയാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ഈസ് ടയർഡ് എന്ന് പറയും. ഇനി ഞാൻ ദുഃഖിതയാണ്, എങ്ങനെ നമ്മൾ പറയും? ഐ ആം സാഡ് എന്ന് പറയും. ഇനി അവൻ ബിസിയാണ്, ഇതെങ്ങനെ നമ്മൾ പറയാ? ഹി ഈസ് ബിസി എന്ന് പറയും. അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഓരോ അവസ്ഥകളാണ് പറഞ്ഞത്. ഹി ഈസ് സാഡ്, അല്ലെങ്കിൽ ഹി ഈസ് ബിസി, ഹി ഈസ് ടയർഡ്, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സിംഗുലർ സബ്ജക്ട്സ് ഹി ഓർ ഷീ വരുമ്പോൾ നമ്മൾ ഈസ് യൂസ് ചെയ്തു, എന്നാലോ ഐ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ആം യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ആമും ഈസ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നറിയാം. ഇനി ആർ എപ്പോഴാണ് യൂസ് ചെയ്യുക? അപ്പൊ ആറ് നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോഴാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, അവർ എൻ്റെ സുഹൃത്തുക്കളാണ്, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ദേ ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയും. ഇനി അവൾ ഒരു എഞ്ചിനീയർ ആണ് എന്നിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീസ് ആൻ എഞ്ചിനീയർ എന്ന് പറയും. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ഈസ്, ആം, ആർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന്? അപ്പൊ ഇവിടെ നമ്മൾ ഇത് മുൻപ് പഠിച്ച കാര്യമാണ്, ഞാനത് ഒന്നുകൂടി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പൊ ഞാൻ ഇതിന് മുൻപുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൽ ഇതിൻ്റെ ഒക്കെ ഓരോന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസം പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് മുൻപത്തെ നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാനും, എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പുതിയ ഇൻഫോർമേഷൻസും കൂടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പ്രോഗ്രസ് നമുക്ക് ലഭിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ ഈസ്, ആം, ആർ ഈ സെൻറ്റൻസിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു വേർബ് കാണാനില്ല. അപ്പം നമ്മൾ വേർബ് എന്ന് പറയുമ്പോൾ കളിക്കുക, ഇരിക്കുക, നടക്കുക എന്നുള്ളതൊക്കെ വേർബാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രത്യക്ഷത്തിലൊരു വേർബില്ല. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു മീനിങ് കറക്റ്റ് ആയിട്ട് ആ ഒരു സെന്റൻസിന് തരണമെങ്കിൽ ഇവിടെ എന്താണ് ഈ വാക്കുകൾ, ഇപ്പൊ ഈസ്, ആം, ആർ എന്നുള്ള വാക്കുകളാണ് എന്തായി പ്രവർത്തിക്കുന്നത്? വേർബായി പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ സെന്റൻസിലൊക്കെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെയാണ് മെയിൻ വേർബായിട്ടാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെന്റൻസിലൊക്കെ ഐ എം സാഡ് എന്നുള്ള സെന്റൻസിൽ ഇവിടെ നമ്മൾ ഐ സാഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. ഇവിടെ ഐ ആം സാഡ് എന്ന് പറയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു സെന്റൻസിന് മീനിങ് വരുന്നത്. അപ്പൊ ഇവിടെ ആം എന്നുള്ളത് എന്താണ്? ആം എന്നുള്ളത് ഇവിടെ മെയിൻ വേർബായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ബിയുടെ ഓരോ ഫോംസ് ആണ്. നമ്മൾ അവിടെ ഒരിക്കലും ബി എന്നുള്ള വാക്കായിട്ടല്ല എഴുതുക, എന്നാലോ ബി എന്നുള്ള ഫാമിലിയിലുള്ള ചില വാക്കുകളാണ് നമ്മൾ എഴുതുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടതൊന്നുമില്ല, നമ്മൾ ഐ എഴുതുമ്പോൾ ആം യൂസ് ചെയ്യണം, ഹീ, ഷീ, ഇറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈസ് എഴുതും. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഇപ്പോൾ വി, യു, ദേ ഒക്കെ വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ആർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ബിയുടെ പ്രസന്റ് ഫോംസ് ആയ ഈസ്, ആം, ആർ എപ്പോഴാണ് ഒരു സെന്റൻസിൽ മെയിൻ വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ വാക്കുകളൊക്കെ എപ്പോഴാണ് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് യൂസ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അത് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ കൂടുതൽ കാണുക. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചേക്കുന്നതാണ് അല്ലേ? ഐ ആം റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസിൽ ആം റീഡിങ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ഇവിടുത്തെ മെയിൻ വേർബ് എന്താണ്? റീഡിങ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വേർബ്. അപ്പൊ ആ ഒരു വേർബിനെ സഹായിക്കാനാണ് നമ്മൾ ബിയുടെ ഒരു ഫോമായ ആം യൂസ് ചെയ്തത്. മനസ്സിലായോ? ഇനി വേറൊരു സെന്റൻസ്, അവൻ ഉറങ്ങുകയാണ്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയും. അപ്പൊ സ്ലീപ്പിംഗ് എന്നുള്ള വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്തത്? ഈസി യൂസ് ചെയ്തു. നമ്മൾ ഐ സബ്ജക്റ്റ് ആയി വന്നപ്പോൾ നമ്മൾ ആം റീഡിങ് എന്ന് പറഞ്ഞു. ഇനി അവർ കളിക്കുകയാണ്, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ദേ ആർ പ്ലേയിങ് എന്ന് പറയും. അപ്പൊ ഇവിടെ പ്ലേ എന്നുള്ള വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്തത്? ആർ യൂസ് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആർ പ്ലേയിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഇത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ബി എന്നുള്ള വേർബ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന്? അതായത് പ്രസന്റ് ഫോമിൽ നമ്മൾ ഈസ്, ആം, ആർ നമ്മൾ
മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യും. എന്തെങ്കിലും അവസ്ഥ പറയാൻ, ഷീസ് എ ഡോക്ടർ, ഹീസ് എ ഡോക്ടർ, ഹീസ് ടയർഡ്, ഷീസ് ടയർഡ്. നമ്മൾ എന്തെങ്കിലും ഒരു അവസ്ഥ പറയാൻ പ്രസന്റ് ഫോമിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഈസ്, ആം, ആർ യൂസ് ചെയ്യും. അവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു വേർബ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ സെന്റൻസിൽ മെയിൻ ആയിട്ട് വേർബായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? ഈസ്, ആം, ആർ ആണ്. എന്നാൽ കണ്ടിന്യൂസ് ടെൻസിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഈസ്, ആം, ആർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെൽപ്പിംഗ് വേർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബിയുടെ പാസ്റ്റ് ഫോംസ് ആയ വാസ് ആൻഡ് വെയർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ വാസും വെയറും നമ്മൾ എപ്പോഴാണ് ഒരു സെന്റൻസ് മെയിൻ വേർബായി യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൻ ഓഫീസിലായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹി വാസ് അറ്റ് ദി ഓഫീസ് എന്ന് പറയും. ഇനി നമുക്ക് പറയേണ്ടത് അവർ എൻ്റെ സഹപാഠികളായിരുന്നു എന്നാണെന്ന് വിചാരിക്കേ. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ദേ വർ മൈ കൊളീഗ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ, നമ്മൾ സിംഗുലർ സബ്ജക്ട്സ് ഇപ്പൊ ഹീ, ഷീ, അതുപോലെ തന്നെ ഐ ഒക്കെ വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? വാസ് ആണ് യൂസ് ചെയ്യുക. എന്നാൽ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ വേർ ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യം പറയാനാണ് നമ്മൾ വാസ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ വാസ് ആൻഡ് വെയർ യൂസ് ചെയ്തത് മെയിൻ വേർബ് ആയിട്ടാണ്. അതിൽ നമുക്ക് വേറെ വേർബ്സ് ഒന്നും കാണാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ സെന്റൻസുകളിലൊക്കെ വാസും വെയറും മെയിൻ വേർബ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി എപ്പോഴാണ് നമ്മളൊരു ഹെൽപ്പിംഗ് വേർബായിട്ട് യൂസ് ചെയ്യുക ഈ വാസും വെയറിനെയൊക്കെ? നമ്മൾ ഏത് ടെൻസിലാണ് പഠിച്ചേക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അവൾ വരുമ്പോൾ അലക്സ് ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഇവിടുത്തെ ലോങ് ആക്ഷൻ എന്ന് പറയുന്നത് അലക്സ് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഷോർട്ട് ആക്ഷൻ എന്താണ്? അവൻ വരുമ്പോൾ അല്ലെങ്കിൽ അവൾ വന്നപ്പോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പൊ ഇവിടുത്തെ ലോങ് ആക്ഷൻ നമ്മൾ ആദ്യം എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? അലക്സ് വാസ് സ്ലീപ്പിംഗ്. എപ്പോൾ? വെൻ ഷി കെയിം, അവൾ വന്നപ്പോൾ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പൊ അലക്സ് വാസ് സ്ലീപ്പിംഗ് വെൻ ഷി കെയിം എന്ന് പറയാം. ഇനി എനിക്ക് പറയേണ്ടത് ബെല്ലടിച്ചപ്പോൾ ഞങ്ങൾ പാചകം ചെയ്യുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? വി വർ കുക്കിംഗ് വെൻ ദി ബെൽ റാങ് എന്ന് പറയും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇവിടെ നമ്മൾ അലക്സ് വാസ് എന്ന് എഴുതി, വി വന്നപ്പോൾ വെയർ യൂസ് ചെയ്തു, പ്ലസ് വേർബിന്റെ കൂടെ ing ആഡ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ രണ്ട് സെന്റൻസിൽ ഇവിടുത്തെ വേർബ്സ് എന്തൊക്കെയാണ്? അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ഏതായിരുന്നു വേർബ്? വാസ് സ്ലീപ്പിംഗ് എന്നും രണ്ടാമത്തെ സെന്റൻസിൽ വേർബ് വേർ കുക്കിംഗ് എന്നാണ്. അപ്പൊ ഇവിടെ വാസും വേറും നമ്മൾ യൂസ് ചെയ്തത് എന്തായിട്ടാണ്? ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബി എന്നുള്ള വാക്കിനെ നമ്മൾ എപ്പോഴാണ് അങ്ങനെ തന്നെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ബി ഇ എന്ന് തന്നെ എഴുതി നമ്മൾ എപ്പോഴാണ് ഓരോ സെന്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ചില കമാൻഡുകൾ കൊടുക്കാൻ, അതുപോലെ തന്നെ ചില ഓർഡേഴ്സ് ഒക്കെ കൊടുക്കാൻ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ പറയില്ലേ ശ്രദ്ധിക്കൂ എന്ന് പറയില്ലേ, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ബി കെയർഫുൾ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിട്ട് ഇരിക്കൂ എന്ന് നമ്മൾ പറയില്ലേ, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ബി യോർ സെൽഫ് എന്ന് പറയാം. അതുപോലെ തന്നെ ബി ക്വൈറ്റ്, മിണ്ടാതെ ഇരിക്കൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഏത് വാക്ക് യൂസ് ചെയ്യാം? ബി യൂസ് ചെയ്യാം. ബി പേഷ്യൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ കമാൻഡ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ഒക്കെ കൊടുക്കാൻ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നെഗറ്റീവായിട്ടും നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ പറയില്ലേ ലേറ്റ് ആവരുത് എന്ന് നമ്മൾ പറയില്ലേ, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഡോണ്ട് ബി ലേറ്റ് എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ ഡോണ്ട് എന്നുള്ള വാക്ക് എഴുതാം, പിന്നെ നമ്മൾ ബി എഴുതാം, ലേറ്റ് എന്ന് എഴുതാം. അപ്പൊ ഡോണ്ട് ബി ലേറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ബി ലേസി, ലേസി ആവരുത്, മടി പിടിച്ചിരിക്കരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറയാനും നമ്മൾ ബി എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യും. മനസ്സിലായോ? ഇനി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്ത് കാണാന്നറിയോ ബി എന്നുള്ള വാക്ക്? നമ്മൾ ചില മോഡൽ വേർബ്സിന്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്ത് കാണും. അപ്പൊ മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ് ഇങ്ങനെയുള്ള വാക്കുകളുടെ ഒപ്പം ഒക്കെ നമ്മൾ ബി യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, നിന്നെ കാണുമ്പോൾ അവന് സന്തോഷമാകും എന്ന് പറയണം. അപ്പൊ ഇതുവരെ അവർ കണ്ടിട്ടില്ല, ഭാവിയിലാണ് സന്തോഷമാകും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ആദ്യം എഴുതാം.
ഹി വിൽ ബി ഹാപ്പി, അവന് സന്തോഷമാകും എന്ന് പറയാൻ ഹി വിൽ ബി ഹാപ്പി. അപ്പൊ വിൽ എന്നുള്ളത് ഇവിടെ എന്താണ്? ഇവിടെ വിൽ എന്നുള്ളത് മോഡൽ വേർബ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഹി വിൽ ബി ഹാപ്പി, ഭാവിയിലുള്ള കാര്യമാണ് പറയുന്നത്. ഹി വിൽ ബി ഹാപ്പി എന്തിലാണ്? ടു സീ യു, നിന്നെ കാണുമ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഹി വിൽ ബി ഹാപ്പി ടു സീ യു എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ ഈ ബി എന്നുള്ള വാക്ക് യൂസ് ചെയ്യപ്പോഴാണെന്നറിയോ? ചില സ്ട്രോങ് പോസിബിലിറ്റീസ് കാണിക്കാനാണ്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ ചെയ്തിരിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കും. ഇപ്പോ എനിക്ക് പറയേണ്ടത് അസൈൻമെന്റ് വെള്ളിയാഴ്ച വെച്ചിരിക്കണം എന്ന് എനിക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ പറയും ദി അസൈൻമെന്റ് ഷുഡ് ബി. ടീച്ചർ സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ്, ദി അസൈൻമെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ഫ്രൈഡേ. വെള്ളിയാഴ്ച അസൈൻമെന്റ് വെച്ചിരിക്കണം എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ ഷുഡ് എന്നുള്ളത് ഇവിടെ എന്താണ്? ഒരു മോഡൽ വേർബ് ആണ്. അതിന്റെ ഒപ്പം നമ്മൾ ബി യൂസ് ചെയ്തു. മനസ്സിലായത്? അസൈൻമെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ഫ്രൈഡേ എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ദി പാക്കേജ് ഷുഡ് ബി ഡെലിവേർഡ് ടുഡേ. പാക്കേജ് ഇന്ന് തന്നെ ഡെലിവർ ചെയ്തിരിക്കണം എന്നാണ് അർത്ഥം വരുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞത് ദ പാക്കേജ് ഷുഡ് ബി ഡെലിവേർഡ് ടുഡേ എന്ന് പറയും. ഇനി നമ്മൾ ചില സാധ്യതകൾ കാണിക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്, അത് അപകടകരമായേക്കാം എന്നാണ് പറയുന്നത്. അത് ഭാവിയിലാവാം അല്ലെങ്കിൽ ആവാതിരിക്കാം ആ ഒരു കാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് അത് നമ്മൾ പറയാണ്, അത് ചിലപ്പോൾ അപകടകരമായേക്കാം എന്ന് നമ്മൾ പറയാണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ചാലഞ്ചിങ്, ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയേക്കാം. എന്തിനാണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇറ്റ് ക്യാൻ ബി ചാലഞ്ചിങ് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയൊരു ഭാഷ പഠിക്കുന്നത് ചാലഞ്ചിങ് ആയേക്കാം എന്ന് പറയാണ്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് പറയേണ്ടത് ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയേക്കാം എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ട്രൈങ് എ ന്യൂ റെസിപ്പി. അതായത് ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യുന്നത് ട്രൈങ് എ ന്യൂ റെസിപ്പി ക്യാൻ ബി ബിറ്റ് ഡോണ്ടിങ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഡോണ്ടിങ് എന്ന അർത്ഥം വരുന്നത് അത് കുറച്ച് നമ്മളെ ഭയപ്പെടുത്തിയേക്കാം എന്നാണ്. കറക്റ്റ് ആയിട്ട് പേടിപ്പിക്കാം എന്നല്ല അർത്ഥം വരുന്നത്. ഇവിടെ അർത്ഥം നമുക്ക് കുറച്ച് ചാലഞ്ചിങ് ആവാം, ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവാം, ചിലപ്പോൾ അത് നന്നായിട്ടാവാം എന്നുള്ള രീതിയിലാണ് ഡോണ്ടിങ് എന്നുള്ള വേർബ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സെന്റൻസ് പറഞ്ഞ് ട്രൈങ് എ ന്യൂ റെസിപ്പി ക്യാൻ ബി ബിറ്റ് ഡോണ്ടിങ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബീൻ എന്നുള്ള വാക്കും ബീങ് എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നാണ്. അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ വാക്കുകൾ യൂസ് ചെയ്യുക എന്ന് അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോഴേ ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയി, അപ്പൊ ഞാൻ വിചാരിച്ചു അത് നെക്സ്റ്റ് വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോന്നും നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബിയുടെ പ്രസന്റ് ഫോംസും പാസ്റ്റ് ഫോംസും ഏതൊക്കെയാണ്? കോമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.